ചിറ്റൂർ റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് കറസ്പോണ്ടന്റായ ഗ്രീൻഫീൽഡ് ഫാർമേഴ്സ് ക്ലബിന്റെ ഓഫീസ് മന്ദിരം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ചിറ്റൂർ റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് KC പ്രീത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രീൻഫീൽഡ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ഗ്രീൻഫീൽഡ് ഫൗണ്ടേഷൻ മികച്ച കർഷകന് ഏർപ്പെടുത്തിയ പ്രഥമ ഗ്രീൻഫീൽഡ് കാർഷിക പ്രതിഭാ പുരസ്കാര ജേതാവ് മല്ലേപ്പള്ളി സ്വദേശിയായ മാതൃകാ കർഷകൻ CJ സ്കറിയാപിള്ളയ്ക്ക് പ്രശസ്ത പത്രവും 10,001 രൂപയുടെ കർഷക അവാർഡും മന്ത്രി രമേശ് ചെന്നിത്തല നൽകി. കാർഷിക മേഖലയുടെ വളർച്ചയും പുരോഗതിയുമാണ് നാടിനെ നന്നാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് 2 നിയമങ്ങൾ കൊണ്ടുവന്നു. ആ 2 നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് കർഷക പ്രക്ഷോഭമുണ്ടായി ആ 2 നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ ഉറപ്പ് നൽകുന്നു, കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് കർഷകരെ താങ്ങി നിർത്താനും എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകാൻ പാലക്കാട് നെൽകർഷകരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു വരികയാണ്. കൊടുക്കാനുള്ള പണം ആദ്യം കൊടുത്തു, രണ്ടാമത്തെ ഗഡു ഇന്നലെ സാങ്ഷൻ ചെയ്തു. അങ്ങനെ ഒരു തരത്തിൽ കാർഷിക മേഖലയിൽ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം നമുക്കില്ല. നമ്മുടെ ഗവൺമെന്റ് കൃത്യമായി അത് നൽകാനുള്ള പദ്ധതിക്കാണ് രൂപം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതല്ല നല്ലത്. പിന്നെ അക്കൗണ്ട് ഇല്ലാത്തവരാരാണ്? ചില ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ മൂലം കൊടുത്തതിനെ പറ്റിയുള്ള പരാതികൾ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അക്കൗണ്ടിൽ കൊടുക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നത്. തീരുമാനമെടുത്തിട്ട് അതിന്റെ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് ജലസേചന സൗകര്യം ഉൾപ്പെടെയുള്ളവ ശക്തിപ്പെടുത്തുന്നതിനും കർമ്മ പദ്ധതിയുമായി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, മുൻമന്ത്രി K കൃഷ്ണൻകുട്ടി, മുൻ MLA KA ചന്ദ്രൻ, ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ R ബാബു, പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഷാനി, വൈസ് പ്രസിഡന്റ് PS ശിവദാസ്, ഫീൽഡ് ഫാർമേഴ്സ് ക്ലബ് ചീഫ് കോർഡിനേറ്റർ PR പ്രജയ് എന്നിവർ പ്രസംഗിച്ചു.